അല്ല ഉബൈദേ, ഇതാരാണിത്? ഈ നട്ടപ്പാർക്ക് ഇയാൾക്ക് അവിടെ പണി? അതെ, ഓൻ സുഖമില്ലാത്ത ആളാ. ഓൻ ഇവിടെ വന്നുകൂടിയിട്ടേ 2-3 മാസമായി. സുഖമില്ലാത്ത നോക്കണ്ട. ഒരു കൽക്കട്ടയും ഒരു ചുമരുണ്ടെങ്കിലും ഏത് ചിത്രവും ഓൻ ഭംഗിയായിട്ട് വരക്കും. ഈ മുതലൊക്കെ നോക്കാണേ, അതിന്റെ അങ്ങപ്പുറത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓൻ വരച്ചുണ്ടാക്കിയ. കുറച്ചേരം നിങ്ങൾ ഓൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യും, നിങ്ങളി ഓൻ വരക്കും. നിങ്ങൾ കേട്ടക്കണാ, പഠിച്ചിക്കാണ്ട് ഭ്രാന്തായി നിങ്ങൾ കേട്ടക്കണാ. അതേപോലെ വരച്ചിക്കാണ്ട് ഭ്രാന്തായി മനുഷ്യനത്. എന്നാലേ ഞാൻ പോട്ടെ. പിന്നെ നാളെ നിങ്ങൾ ഈ ബൈക്ക് തന്നെ വരണം. എന്റെ അടുത്ത് വണ്ടി ഇല്ലാത്ത ഞാൻ പോയൊക്കെ കട എടുക്കുമ്പോത്തിനെ ഞാൻ അല്പം പോട്ടെ. പഠിച്ചോനെ, ഈ പച്ചക്കറി ഇവ ചീഞ്ഞ് പോണല്ലോ റബ്ബേ ഈ ചൂടുകൊണ്ട്. പോയൊക്കെ അടുക്കാനായാ എന്താണ് ചെറിയെല്ലാം പയം വേണം. അല്ല ഉപേദേ, ഇന്ന് കട എടുക്കാത്ത നേരം വയ്ക്കുക. ഇന്ന് കുറച്ച് നേരം വൈകി. പഴണെങ്കിൽ ചീഞ്ഞ് ഏർപ്പായും ചെയ്തു കടണിച്ച് ഇവിടുന്ന് കിട്ടുള്ളൂ. പണ്ടാറിഞ്ഞ് കടം വരെയാവും. നിങ്ങളൊന്ന് കുറച്ച് നേരം വൈകിക്കണല്ലോ. സാധനത്തിനൊക്കെ ദിവസം വില കൂടിട്ടണി. അല്ല, രാത്രിയായിട്ട് നമ്മളെ കലാകാരൻ വെച്ചുകൊണ്ടിരിക്കുകയല്ലോ. ഓനെ വരക്കും. ഞാൻ ഈ കട അടുക്കോളം ഓൻ വരക്കും. ഞാൻ ഈ കട അടിച്ചിട്ട് വേണം ആ കുതിരക്ക് ഇവിടെ വന്ന് കെടുക്കാൻ. ഇങ്ങനത്തെ ഓരോ മാറാപ്പാട് മിവം വന്ന് പെടും നമ്മളെ നാട്ടില്. ഇനി അഥവാരെങ്ങാനും ഇവിടെ കിടന്ന് ചത്താലും വേണം നമ്മളതിന്റെ ബാക്കിൽ മണ്ടിപ്പോയാ. വല്ലാത്തൊരു കട്ടക്കാരൻ തന്നെ ആ കുതിരനെ കൊണ്ട്. ഞാൻ അറിഞ്ഞാ ഞാൻ ഈ കട അടിച്ചട്ടെ. തപ്പിക്കൂടെ, നല്ലോണം തപ്പിക്കൂടെ. അതില് മുന്നായിണ്ടാവും എനിക്ക് നക്കാന്. എത്ര പോയാക്ക നിങ്ങൾ ഇങ്ങനൊക്കെ പറയണ്ടേ? ഒന്നും വെച്ചാ ഒരു മനുഷ്യനല്ലേ. എനിക്ക് ഇത്രക്ക് വലിയ തണ്ണുണ്ടെങ്കിൽ ഇജാണ്ട് കുടിക്കാണ്ട് കൊണ്ടേക്കോ. എന്നിട്ട് നക്കാൻ കൊടുത്താളെ എന്നാ അപ്പൊ തന്നെ കൊണ്ടേക്കോ. അല്ല ഇതിന്റെ കൂടെ കൂടുതലൊന്നും ഇജ്ജ് പറപ്പിച്ചണ്ട. തൽക്കാലം എനിക്ക് പോവല്ലേ. ആട് കൗത്തിക്കാളെ, അണ്ണാക്ക് കണ്ട് കൗത്തിക്കാളെ. ആയിക്കോട്ടെ പോയേക്കാ, ഞാൻ പോവാ. എന്തിയാ ഇറ്റേക്കൊന്നും ഒരു ഊറ്റ് വെള്ളം കൊടുക്കരുത്. അന്നെ പോലത്തെ ആൾക്കാര് നക്കാൻ കൊടുത്തിട്ടാണ് ഇറ്റങ്ങൾ ഇവിടുന്ന് പോവാത്ത. ഇറ്റങ്ങൾക്കൊക്കെ 4 ദിവസം പട്ടിണിക്ക് തിന്നല്ലോ, താനാണ് പോയിക്കോളും. അഥവാലെങ്ങാനും ഇനി തിന്നാൻ കിട്ടാതെ ഇവിടെ കിടന്ന് ചത്ത് പണ്ടാറടങ്ങിയാലും ആട് കുച്ചിട്ടാ മതി. ഈ പണ്ടാരത്തിന് കാണിച്ചോടത്തോളം നിക്കാനും എന്തോരം നാട്ടെന്ന് കാണിച്ചാൽ ഞാൻ പോകുമ്പോ എടുക്കണ്ടേ. ഞാനേ കട അടിച്ച് പോണ്ട് കാത്തിക്കണേ ആ ബലാൽ ഇവിടെ വന്ന് കെടുക്കാന്. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ വരുമ്പോണ്ടാവും ഇവിടെ മീവ തീട്ട് മൂത്രം. ഇന്ന് ആ ബലാൽ ഇവിടെ കെടുക്കൊന്ന് കാണണം. ഞാൻ ഇവിടെ മീവൻ വെള്ളം വെച്ചാൽ നല്ല തല്ലാൻ പാടില്ല. തച്ച് മോശമായി ഇത് കാണാൻ പറ്റില്ല. ഞാൻ പോവാ. ഇത് പണ്ടാരൊക്കെ ഈ പറ്റേരെ കൊണ്ട് ഇത് കട മാണാൻ മാണ്ടിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് തള്ളണത് മനസ്സിലാക്കി. അതിന്റെ അടിയിൽ കൂടെ രാവിലെ തന്നെ എന്താണ് അവരെ തീട്ട് മൂത്രം മാറണ വെച്ചാല് അതൊന്നും നടക്കൂലത്. കുതിരയിച്ച് അവിടെ ഞാൻ ഇത് അടുക്കോളം അവിടെ മുടട്ട് ഉത്തരക്കല്ലേന്നാ മാറിക്ക അവിടുന്ന്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാട്ടെ. വെള്ളം ഒഴിച്ചെങ്കിലേ ആ പിരാന്തം ഇവിടെ വന്ന് കെടുക്കും. അല്ലേ നിങ്ങളെ നാട്ടിൽ നിക്കണെങ്കിലേ കുറച്ചൊക്കെ വട്ട് അവന്നെ വേണ്ടിയത്. ഇവിടെ മുളമ്പൊടി കലക്കി വെച്ചാ വേണ്ടിയത് ആ കുതിര കേൾക്കണീന്. ഇനി ഓ കേൾക്കണ ഇച്ചൊന്ന് കാണണം. നാളെ രാവിലെ വരുമ്പോ തീട്ട് മൂത്രമില്ല ഞാൻ മതി. ഈ പണ്ടാരം ഇവിടെ പിന്നെ കെടുക്കുന്നുള്ളത്. പോ പണ്ടാര പോടുന്നേ, ഇവിടെ ഏരിപ്പയ്ക്ക് കാണരുത് തന്നെ. പോ മനുഷ്യനാ കാണുന്ന വരുമ്പോ ഈ ഉബൈദ എവിടെ പോയി കിടക്കാം? ഈ ചങ്ങായിന്റെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് മനസ്സിന് പേടിയാണ്ടല്ലോ. അതോ ഇല്ല അമ്മ, ഈ ചങ്ങായി എത്ര കാട്ടുണ്ട്? മൂസൂട്ടേക്കാ, നിങ്ങൾ കൊറേ നേരമായി വന്നിട്ട്? കൊറേ നേരമായി ഞാൻ വന്നിട്ട്. ഇതെന്തേലും മനസ്സിലെന്തേലും കാട്ടുവോ? എന്റെ കൈയെല്ലാം പൊടിച്ച് വലിച്ചേ ഞാനേ പേടിച്ച് നിൽക്കുകയാണ്. ഏത് ഇയാളോ? അയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ.
അല്ല ഈ ചെങ്ങ ഇത്രയും നേരമായിട്ട് കട തുറന്നിട്ടില്ലേ? അപ്പൊ ഇജ്ജ് അറിഞ്ഞില്ലേ, ഇന്നലെ രാത്രി കട അടിച്ച് പോയതാണല്ലോ, വീട്ടിൽ എത്തിയിട്ടില്ല. എല്ലാരും കൂടി എന്നെ തെരഞ്ഞു നടക്കണു. എന്തേ? ഇന്നലെ രാത്രി അടക്കണ സമയത്തെ മൂപ്പരത്തെ ഞാൻ സാധനം വാങ്ങിയതാണല്ലോ. മൂപ്പര് എന്നിട്ട് പേണ്ട പോയി, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓടങ്ങ്. ഈ ചങ്ങയ്ക്ക് ഇത് എന്ത് പറ്റി? ഇന്ന് കുറച്ച് കൂടുതലാണല്ലോ. നിങ്ങൾ പേര് നിങ്ങൾ കോയക്കാന്റെ പേരെ പോയേക്കാ. ആ പോയോക്ക. എന്നാലും ഇയാൾക്ക് വേണ്ട പോയി. കട തുറക്കാൻ നേരം വൈകിക്കൊണ്ടാ, നമുക്ക് എളുപ്പം പോരണം. ആരോടും ഒരു പരിഭവമില്ലാത്ത മനുഷ്യനേനും അതിന് വേറെ പെണ്ണേറ്റ കിട്ടിയിരുന്നു. അല്ല പിന്നെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും അപ്പാക്ക്? വല്ല കടോ കാര്യങ്ങൾ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ പറയണ്ടേന്. പിന്നെ എന്താ സംഭവിച്ചേ? ഈ പെരി ആ കടയും തമ്മിൽ ആകെ 300 മീറ്റർ വ്യത്യാസമുള്ളൂ. അതിന്റെ അടി പിന്നെ എന്തുണ്ടാകാനാ? ആലോചിച്ചിട്ടൊരു പിടുത്തം. ഹലോ, അന്വേഷണത്തോടത്ത് എല്ലായിടത്തും അന്വേഷിച്ചിട്ടുണ്ട്. ഒരു വിവരം കിട്ടിയിട്ടില്ല. പോലീസുകാർക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസുകാർ ഇപ്പോൾ വിവരക്കാരം. ഇനി എന്താവുമെന്ന് പറയാൻ പറ്റില്ല. അവൻ നോക്കുക. എന്തായാലും വിവരത്തിനനുസരിച്ച് അറിയിക്കുക. പിന്നെ പേടിച്ചൊന്നും വേണ്ട. ബാപ്പ എന്തെങ്കിലും ആവശ്യത്തിന് പോയതേക്കാരം. അപ്പോൾ തിരിച്ചു വരും. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം സംഗതി അറിയണ്ട്. ഞാനിപ്പോൾ കടയിലേക്ക് പോവുക. എൻ്റെ മുതലാളിയാ നിൽക്കുന്നുണ്ട്. നാസറേ, ഇന്നലെ പുലിയായിട്ട് ഇറങ്ങിനാ. ഒന്നും പറയാൻ വെച്ചാ. എത്ത് വർത്താനം ജി പറയണ്ട്. ആ ചെക്കൻ ഒരുവിധം സമാധാനിപ്പിച്ചിരുത്തിയതാണ്. അതിന്റെ അടുക്ക് അവന്റെ ഒലക്കമ്മലൊരു പുലി. അന്തജാത്ത സാധനം. അല്ല, ഇന്നലെ കടടിച്ച് വരുമ്പോഴേ കൈക്കിൽ പൈസ ഉണ്ടാവുമല്ലോ. അത് തട്ടാൻ വേണ്ടി ആരെത്തേം ചെയ്താ. ആ മജ്ജത്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയേനു. എന്റെ നാവ് നടക്കിക്കോ പോയതേ. അയാൾ എങ്ങനെ തിരിച്ചു വന്നോട്ടെ. ആ, ഞാൻ അതിനെ പറ്റി പറഞ്ഞുതരാം കേട്ടാ. വിട്ട് 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 എന്നെ വിട്ട്. ഫോൺ ചെയ്യാനായിട്ടില്ല. എന്താ ചെയ്യാ? അതിപ്പോ നോക്കണ്ട. ഇന്ന് കുറച്ച് കൂടുതലാ. ഇന്നും രാവിലെ കൊറേ പിടിച്ചു വെച്ചു. മനസ്സിന് സുഖമില്ല. ഞാൻ എത്താ കാട്ടിലെ എത്ര ചങ്ങായിക്ക് ഇന്ന് കുറച്ച് കൂടുതലാണല്ലോ. ഒരു സുഖം തരുന്നില്ല മനസ്സിനെ. കാണുന്നോട് ഒക്കെ പ്രശ്നമാക്കാണല്ലോ. എന്താണ് സംഭവം? വാണ്ട് വാണ്ട് വാണ്ട്. സാറേ, ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. അതെ. ആ കാണലില്ലാത്ത ആളെ മോനാണ് ഇരിക്കുന്നത്. ഇതാരാള്? അതൊരു സുഖമില്ലാത്ത ഒരാളാണ്. ഉപ്പാക്ക് വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഇല്ല സാറേ. ഉപ്പാക്ക് വലിയ ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. ഇതിനു മുമ്പ് ഇതുപോലെ ഇറങ്ങിപ്പോയിട്ടുണ്ടോ? ഇല്ല സാറേ. ശത്രുക്കളായിട്ട് ആരെങ്കിലും? അങ്ങനെ ആരുമില്ല. മെമ്പറേ, സാറേ, അവനക്ക് കുറച്ച് കൂടുതലെന്ന് തോന്നുന്നുണ്ട്. പിടിച്ചു മാറ്റവനെ. മെമ്പറേ, അറിഞ്ഞോടത്തോളം ഈ കേസ് ഒരു കുഴപ്പം പിടിച്ച കേസാണ്. ആള് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിരിപ്പുണ്ടോ ഒന്നും പറയാൻ കഴിയില്ല. അതാണ് അവസ്ഥ. എത്ര സമയമായിട്ടും ഒരു തെളിവ് പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല.
എത്തത് ഓലക്ക ഇന്നെ കൊണ്ട് വെച്ച ഈ കൊടുങ്കാട്ടിൽ ഇത് തരാന് ഓല പോണല്ലേ ഓലാണ് തുറഞ്ഞെടുത്തോട്ടെ പടച്ച റബ്ബ എന്റെ തല. ഹാവൂ, ഇനി എന്നെ കൊണ്ട് വയ്യ. എത്ര വെച്ചിട്ട് ഓടുക, എവിടെ വെച്ചിട്ട് ഓടുക, എത്ര വെച്ചിട്ട് ഇനി നടക്കുക. എന്നെ കൊണ്ട് ഇനി ആവില്ല. നിങ്ങൾ എന്താ വെച്ചാൽ ഓടിക്കോളി, നടന്നോളി, ഇതിനോട് വയ്യ. സാറേ, നമുക്ക് ഈ കാടിനെ കണ്ടെത്താനില്ല. ഇവിടെയുള്ള വയ്യ എനിക്കേ അറിയുള്ളൂ. ഈ കാട്ടുകൊന്നും ആരും കയറലുമില്ല. അങ്ങോട്ടൊക്കെ അവിടെയൊക്കെ വലിയ കാടാണ്. എടോ, ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ച് ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കണ്ടേ? ഇതിപ്പോ മേലുള്ള അധികാരികളോട് ഞാൻ മറുപടി പറയേണ്ടി വരും, മനുഷ്യനെ മെനക്കെടുത്താനും വേണ്ടി. എനിക്ക് വല്ല പണി നോക്കി കൊണ്ട് നിങ്ങളാണ്ട് പട്ടികളി. ഈ കൊടുങ്കാട്ടിൽ നിന്ന് എവിടെ പോയി തപ്പാനാവനെ? ഇപ്പൊ തുടങ്ങും മേലിന്ന് വിളി. ഞമ്മക്കനെ ഇവിടെ പേടിയാണ്. എവിടെ ചങ്ങായി പോയി കെടുക്കണാവും, എന്താ സ്ഥിതിയാവും, എന്താ കഥ? ആ പോലീസുകാരൻ അതിന്റെ ഉള്ളിൽ പോകണം. വല്ല പാമ്പുണ്ടാവില്ല അതിന്റെ ഉള്ളില്. സാറേ, സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. സാറേ, സാറേ, ഈസി സാറേ, മരിച്ചിട്ടില്ല, ആള് മരിച്ചിട്ടില്ല. അതെ, എന്നാ വേഗം ഹോസ്പിറ്റലിൽ എടുക്ക്. നാസറേ, എളുപ്പം പൊടിച്ചോടിയടാ. നിങ്ങൾ താഴേക്ക് എത്തിച്ചോളി, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. നാസറേ, ഞാൻ വണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വാ. മെമ്പറേ, എളുപ്പം നടന്നോട്ടി. ഇനിയിപ്പൊ താഴത്തൊക്കെ എത്തിച്ചണല്ലോ. പഠിച്ചാണ് എത്താത് കഥ. നോക്കി ഇറങ്ങിട്ടാ, നോക്കി ഇറങ്ങി. പിസി, ഇവിടെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യ്, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കുക. ഓക്കെ സാർ. സാറേ, ഇവിടെ ആരും എത്തിപ്പെടാത്ത സ്ഥലമാണ്. പിന്നെ ആരാ സാറേ ഇത് ചെയ്യുക? സാറേ, 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 ഇതൊന്ന് നോക്കിയേ. സാറേ, ഈ നമ്പർ നല്ല പരിചയമുള്ള നമ്പറാണ്. ആ ഭ്രാന്തനെ നല്ല ചിത്രം വരക്കുന്ന ആളാണ്. ഇതിൽ എന്തെങ്കിലും സൂചന ഉണ്ടാവും സാറേ. പിസി, ഈ നമ്പർ ഒന്ന് ചെക്ക് ചെയ്തേ, ഫുള്ള് ഡീറ്റെയിൽ എടുക്ക്. ഓക്കെ സാർ. വണ്ടി എടുക്കാൻ പോയ താൻ എന്തോടോ ഇവിടെ? എങ്ങനെയാടോ അയാൾ അവിടെ എത്തി? പറയണോ, ഇല്ലെങ്കിൽ ഞാൻ എന്നോട് പറയിപ്പിക്കും. സാറേ, ഇന്നലെ രാത്രി ഞങ്ങളെ കൂട്ടുകാരൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ മദ്യപിച്ചിരുന്നു.
സേതിനാ ഒന്നുകൂടെ വെച്ചാ. മതി ആശ്രയ, മതി മതി. ഇനി വണ്ടി ഓടിച്ചു പോളതാ. മതി. അത് എന്താണ് ദീപതി, ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ ഗൾഫിൽ പോകണേ. അവിടെ പോയി ഞങ്ങൾക്ക് ഓർത്തുക ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് അടിച്ചൂണേ ആശ്രയ. ഇതിന്റെ വെച്ചാണേ അവന്റെ വർത്താനം. ആശ്രയ നീ വണ്ടിക്ക് ഓട്ടണ്ടേ, ഞാൻ ഓട്ടിക്കൊണ്ടേ. ഞാൻ ബൈക്ക് ദീപ പറഞ്ഞേ ഇവിടെ വയനാട് ചുരം ഞാനും ഒരു ഫുള്ള് അടിച്ച് ഇറക്കിക്കണു. അതിനും വലുത് ഈ ഒരു ചെറിയ റോഡ്. ആ വണ്ടി പോവല്ലേ? ഡോറടിച്ചാ എന്തിനാ പാട്ട് തുടങ്ങി കൂടാ. കൊട്ടെ ആദ്യം പഠിച്ചത് തറ, പിന്നെ എങ്ങനെ നന്നാവാനാ. കൊട്ടെ കൊട്ടിക്കൂടാണ്ട്. പണ്ടാറ എടുക്കാൻ എന്ത് നേരത്താണോ റബ്ബെ ഞാൻ ടോർച്ച് മറന്നച്ച വരിയില്. ഈ ബലാലിത് മനുഷ്യനെ പേടിപ്പിച്ചാൻ ഈ ബാക്കിൽ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഇത് എങ്ങനെയൊക്കെ പെരിക്ക് എത്തണം മനസ്സാ. ഓർന്ന് അല്ല ഏരുമ്പേക്ക് കാണരുത് പോ. അല്ലേലോ ഏതാണ് നായി കൂടി നടക്കണ്ടേ? സെമിതി ആരാണ് നായി? എന്തിനാ ആയി ഇറങ്ങി നോക്ക എത്താന്ന്. നാസറ, ഇത് നമ്മളെ സിയാബിന്റെ ബാപ്പ കോയാക്കാണ്. പണി പാളിയെന്നാ തോന്നണതേ. അപ്പോഴും പറഞ്ഞു എന്നോട് ഞാൻ ഈ വണ്ടി ഓട്ടണ്ടാന്നേ. ഇങ്ങനെ നോക്കിക്കണ്ടേ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. എന്നാ വേഗം പിടിച്ചൂടെ. എന്തിനാ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ട് എന്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം ആയിട്ട് പോവാനുള്ളതല്ലേ. നമ്മള് പോക്ക് മുടങ്ങൂടാ. പിന്നെ നമ്മളെന്താ ചെയ്യണ്ടി? ഇവിടെ ഇട്ടാണ്ട് പോവേ? ഇവിടെ ഇട്ട് പോവല്ല, ഇവിടെ ഇട്ട് പോയാൽ നമ്മൾ കുടുങ്ങും. ജുവാ വേറൊരു പണിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇജ്ജ് കാര്യം എന്താ വെച്ചാ വേഗം പറയാ, ആൾക്കാർ വന്നാ കുടുങ്ങൂട്ടാ. എടാ ചങ്ങായെ, സംഭവം ഇത് നമ്മളെ കോയാക്കൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ പിന്നാലെ പോയാൽ നമ്മൾ കുടുങ്ങും. ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് ആ ചൈത്താമ്പാറിന്റെ അവിടെ കൊണ്ടുപോയിട്ടാലോ? നാസറേ, ഒരു മനുഷ്യനല്ലടാ അത്. ഇത് മനുഷ്യനാണിട്ട് കാര്യമില്ല. നമ്മളെ അവസ്ഥ അങ്ങനാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോവാനുള്ളതാണ്. ജിവാ ഞാൻ പറഞ്ഞുതരാം. ഇജിങ്ങോട്ട് പറഞ്ഞ ദീപോ വാണ്ട് നോക്കി നിൽക്കാ പിടിച്ചോടാണ്ട്. എന്തെയ്യുന്നു അടുത്ത വേഗം നോക്ക ദീപോ. ഡോർ നാസറേ, വണ്ടി വേഗം വിട്ടേ, ഞാൻ വിട്ടണ. വേഗം വിടേ. എന്തിനാ ആശ്രയം കണ്ടു കൊടുക്കുന്നുണ്ട്? ഇറങ്ങി എടാ ഇറങ്ങ ദീപം ഇറങ്ങ വേഗം നോക്കി. സേനോ പിടിയാടാ പിടി. പതുക്കെ എങ്ങോട്ട് നാശങ്ങൾ കൊണ്ടുപോണ്ടേ? എന്റെ കൈയും കാലും പറിച്ചിട്ട് നിൽക്കാൻ വയ്യ. ഞാൻ കാറിന്റെ അടുത്ത് പോയി നിന്നോ ആണല്ലേ? ഇത് ഞങ്ങൾ നോക്കിക്കോളാം. പോണ്ടേ നേരം നടന്നോളാം. നാസറേ, ഇനി കൊറേ പോകണ്ട, മനുഷ്യൻ കൊയ്യണടാ. ആരാണ് ടോർച്ചടിച്ച് വരണ്ടേ? ആ ദീപ് നായനോട് അവിടെ നിക്കാൻ പറഞ്ഞല്ലേ നമ്മള്. അങ്ങോട്ട് വരണോ? സീനോ നാസറേ അവിടെ ഒരാളുണ്ട്. അന്നാലും ഇങ്ങോട്ട് പണ്ടാറടക്കി അന്നാ വണ്ടിന്റെ അടുത്ത് കിട്ടിയല്ലേ ഞാന്. ഈ കാട്ടിൽ ആര് വരാനാ മോന്തേ? പോണ്ടേ നാസറേ, ഞമ്മൊന്ന് പോയി നോക്കിയാലോ? ആരെങ്കിലും ഉണ്ടെങ്കിലോ? എടാ കുറച്ചുകൂടെയാണ് പോകാനുള്ളൂ. ആ കൊക്കി കിട്ടാണ് നമുക്കാണ് പോവാ. നോക്ക് സീന വർത്താനം പറഞ്ഞ വേണം നടന്നൂടെ? ഇവിടത്തേനാണ് കുറച്ചുള്ളൂ. ആണ്ട് നടന്നിട്ടാണ് പണി പോണേ നമുക്ക്. എന്നാലും നമുക്കൊന്ന് പോയിക്കാണ്ട് സംശയം തീർത്തു വന്നാലോ? ചെന്നായനെ കൊണ്ട് എടങ്ങേറായി. ഈ തൽക്കാലം അതാണ്ട് മതിമക്കാൻ ചാരിച്ച എടുത്തുകൂടാണ്ട് വേഗം വരും ചങ്ങായിമാരെ. നടക്കേ ദീപോ. അന്നൊരു പണിക്ക് പറ്റൂല, ഒരു ബോയ്ക്ക് ഇറങ്ങാൻ പറ്റൂല. പേടിത്തോണ്ട നടക്കണ്ട്. എന്ത് തേങ്ങ ഇവിടെ ഉണ്ട് പറഞ്ഞേ? ഞാൻ കണ്ടതേ ഉരുപ്പേ എവിടെ എന്ത് കണ്ടു എന്ത് കേട്ടു എന്നാ പറഞ്ഞേച്ച്? ഞാൻ കണ്ടതന്നെ. ശരി ടോർച്ച് അടിച്ചോക്കേ. പേടിച്ചിട്ട് എന്ത് തോന്നിയതേ കറി ചങ്ങായിക്ക്. എവിടെ ദീപോ? ഇവിടെ ആരെ കണ്ടു എന്നാ പറയണ്ടേ? എവിടെ? അഞ്ചടിക്ക
പോയോക്ക് പോയോക്ക് വിടരുത്. എടാ ദീപ സൈനോ, നിങ്ങൾ ആരെ പിന്നാലെ ഓടുണ്ടേ? ഇങ്ങോട്ട് വരി, വണ്ടി കയറി പോവാ. ഓടല്ലേ, ഇങ്ങോട്ട് വരി. അപ്പൊ നിങ്ങൾക്ക് രണ്ടാക്കും സമാധാനായില്ലേ? ദീപോ, ഇജ്ജ് ഒരു പേടിയും പേടിച്ചണ്ട. ഇവിടുത്തെ കാര്യം ഞാനേറ്റു. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ പരിസരത്ത് നിങ്ങൾ വരാതെന്നാ മതി. ഇജ്ജൊരു കാര്യം ചെയ്തോ, തൽക്കാലം ഈ വണ്ടിയായിട്ട് പോയിക്കോ. നാളെ വന്നിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് കൊക്കി കൊണ്ടുപോയിട്ടാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നാട്ടുകാരെ കൂടുന്നു, ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ രണ്ടാളും പേടിച്ചണ്ട. നമുക്ക് പോവാ, ബാക്കി നാളെ നോക്കാം. PC, ഇവനെടുത്തോ, ബാക്കി സ്റ്റേഷനിൽ പറയിപ്പിക്കാം. എണീക്കണോ, നടക്കണോ. ഒരുത്തനെ കൊല്ലാൻ നോക്കിയിട്ട് നിന്ന് മൂങ്ങുന്നോ? നടക്കണോ. ഇത്രയും ചെയ്തു വെച്ചിട്ട് ആ സുഖമില്ലാത്ത ആളോട് ഇടും. PC, പ്രോട്ടോകോൾ വിരുദ്ധമാണെന്നറിയാം, എന്നാലും ഞാൻ പറയാ, സ്വബോധമുള്ളവർ ഇതുപോലെ മനുഷ്യത്വമില്ലായ്മ കാണിക്കുന്ന ഈ കാലത്ത് സ്വബോധമില്ലാത്ത ഇവൻ ഒരു ജീവൻ രക്ഷിക്കാൻ കാണിച്ച ഈ ത്യാഗത്തിന് ഇരിക്കട്ടെ ഒരു സല്യൂട്ട്. ജീവിതത്തിൽ ആരെയും നിസ്സാരമായി കണക്കാക്കരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിമിത്തമാകാൻ ദൈവം നിയമിക്കുന്നത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലരുമായിരിക്കും.